നമ്മളിപ്പോൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റി, സ്ത്രീകളിലുള്ള ഇൻഫെർട്ടിലിറ്റി നമുക്ക് എങ്ങനെ ആയുർവേദത്തിലൂടെ മാറ്റാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്നോടൊപ്പം ഉള്ളത് ഗവൺമെൻറ് ആയുർവേദ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനില. ഡോക്ടർ, വെൽക്കം ടു ദി ഷോ. ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇൻഫെർട്ടിലിറ്റിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പല സ്ഥലത്തും നമ്മൾ സംസാരിക്കുന്നുണ്ട്, പല ചികിത്സകളും നടത്തുന്നുണ്ട്. പക്ഷേ ആയുർവേദത്തിലൂടെ ഇൻഫെർട്ടിലിറ്റി മാറ്റാൻ കഴിയും എന്നുള്ളത് വലിയൊരു അറിവാണ്. എങ്ങനെയാണ് ഇൻഫെർട്ടിലിറ്റി, സ്ത്രീകളിലെ ഇൻഫെർട്ടിലിറ്റി എങ്ങനെയാണ് ആയുർവേദത്തിലൂടെ മാറ്റുന്നത്? ഇൻഫെർട്ടിലിറ്റിയെ സംബന്ധിച്ച് നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റ്, ആരുടെ ട്രീറ്റ്മെൻറ്റ് എടുത്താലും അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കോസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓരോ കപ്പിളിനും, നമ്മളെപ്പോഴും ഇൻഫെർട്ടിലിറ്റി ഓരോ കപ്പിളിനെ ആണ് എടുക്കുന്നത്. ഓരോ കപ്പിളിനും അത് ഓരോന്നായിരിക്കും. ചിലർക്കൊരു മെയിൽ ഫാക്ടർ ആയിരിക്കും, ചിലർക്കൊരു ഓവുലേഷൻ പ്രോബ്ലം ആവാം, ചിലർക്കൊരു ട്യൂബൽ ഫാക്ടർ വരും, യൂട്രസ് റിലേറ്റഡ് പ്രോബ്ലം ആവാം, എൻഡോമെട്രിയോസിസ് ആവാം. ഇങ്ങനെ പല 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 ഫാക്ടേഴ്സ് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാവും. അപ്പം നമുക്ക് അവരുടെ ലക്ഷണങ്ങളിൽ നിന്നും ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചിലർക്ക് ഇൻഫെക്ഷൻ കൊണ്ട് പോലും ഇൻഫെർട്ടിലിറ്റി വരാം. ഇതൊന്നുമില്ലാതെ ഒരു കോസും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഇൻഫെർട്ടിലിറ്റിയും ധാരാളം ഉണ്ട്. പല ഫാക്ടേഴ്സും നമുക്ക് ആയുർവേദത്തിൽ ചികിത്സിക്കാൻ പറ്റും. ധാരാളം, അത് തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് അവരുടെ ലക്ഷണങ്ങളിൽ നിന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതിൽ നിന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള പരിശോധനകളിലേക്ക് പോവുകയും ആ പരിശോധനകൾ ചെയ്ത് സ്പെസിഫിക് കോസ് ആദ്യം കണ്ടുപിടിക്കുന്നു. ഈ കോസിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ് ഇൻഫെർട്ടിലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റേണൽ മെഡിസിൻസ് കൊടുക്കും. ചില കണ്ടീഷൻസ്, ഇപ്പോൾ ചെറിയൊരു ആർത്തവക്രമക്കേട്, ചില മെയിൽ ഫാക്ടേഴ്സ്, അങ്ങനത്തെയൊക്കെ നമ്മൾ ഇന്റേണൽ മെഡിസിൻസ് തന്നെ ഒരു 1-2 സൈക്കിൾസ് കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് റിക്കവർ ചെയ്യും. ഇതിനകത്ത് നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില, വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന തന്നെ എള്ള്, വെളുത്തുള്ളി, കറ്റാർവാഴ, ശതാവരി, ശതപുഷ്പ, ഇതൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ കോമൺ ആയ ചില ഡ്രഗ്സ് തന്നെ സിംഗിൾ ഡ്രഗ്സ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ റിക്കവർ ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഭയങ്കര അതിശയകരമായിട്ട് തോന്നുന്ന ഒരെണ്ണം കറ്റാർവാഴയുടെ ഒരിതാണ്. അതിൻ്റെ ആ ഫ്രഷ് ഹെർബിൻ്റെ പൾപ്പ് എടുത്തിട്ട് നമ്മൾ ഡെയിലി രാവിലെ നമ്മൾ അങ്ങനെ കൊടുത്തു നോക്കിയിട്ടുണ്ട് പേഷ്യൻസിന്. ഡെയിലി രാവിലെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ലിവർ അതിൻ്റെ ഒരു പ്രവർത്തനവും ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതും ഈ PCOD കൊണ്ടുണ്ടാവുന്ന അനോവുലേറ്ററി പ്രശ്നങ്ങളും വളരെ സിമ്പിളായിട്ട് പരിഹരിച്ച് വരുന്നതായിട്ട് കാണാറുണ്ട്. ഫ്രഷ് ഹെർബ് നമ്മൾ അതിൻ്റെ ആ ലീഫിനെ കളക്ട് ചെയ്തിട്ട് ക്ലീൻ ആയിട്ട് അതിൻ്റെ ആ തലേ ദിവസമേ അതിൻ്റെ അലോ ലാറ്റക്സ് ഒക്കെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം ആ പൾപ്പ് എടുത്ത് ക്ലീൻ ആയിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് ലിവർ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ ഹണി ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ലിവർ ഹെൽത്ത് ഓക്കെ അല്ലാത്തവർക്ക് പ്ലെയിൻ ആയിട്ടും കഴിക്കാം. അത് അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഈ PCOD കറക്റ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ ചില കണ്ടീഷൻസ് ഉണ്ട്, അതായത് വളരെ കാലമായിട്ട് ഇപ്പൊ പൊണ്ണത്തടിയായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന PCOD, അഡേഷൻസ് റിലേറ്റ് ചെയ്ത് വരുന്ന എൻഡോമെട്രിയോസിസ്, അതുപോലെ ട്യൂബൽ ഫാക്ടേഴ്സ്, ഇങ്ങനെയുള്ളത് നമ്മൾ ഈ പഞ്ചകർമ്മ ചികിത്സ എന്നറിയപ്പെടുന്ന ശോധന ചികിത്സയിലൂടെ മാത്രമേ കറക്റ്റഡ് ആവുകയുള്ളൂ. അപ്പോൾ എത്ര മാസമായിരിക്കും ഇവർക്ക് ഈ ഒരു ചികിത്സ, എത്ര ഡ്യൂറേഷനിൽ ചെയ്യേണ്ടി വരുമായിരിക്കും? അത് ഞാൻ പറഞ്ഞില്ലേ, ചിലത് കുറച്ച് നല്ല കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ കുറച്ച് നാളേറെ ആയത് ക്രോണിക് ആയ കണ്ടീഷൻസ് ആയിരിക്കും. അപ്പോൾ ശോധന ചികിത്സ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ വിരേചനം, വസ്തി, അങ്ങനെയുള്ള ചികിത്സകൾ വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പൂർവ്വകർമ്മം ഉൾപ്പെടെ ചെയ്ത് വരുമ്പോൾ അത് ഏകദേശം ഒരു 30 ഡേയ്സോളം, ഒരു 1 മന്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വരും, അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസസിൽ. പിന്നെ ഇതിലെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ഇതെല്ലാം ഒരു സാമാന്യ ചികിത്സയിൽ വരും. സ്പെസിഫിക് ആയിട്ട് നമ്മൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ തന്നെ ആക്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഉത്തരവസ്തി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്. അവിടെ നമ്മുടെ മെഡിസിൻസ് ഡയറക്റ്റ് ആയിട്ട് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലും ഓവറിയിലും യൂട്രസിലും തന്നെ ആക്ട് ചെയ്ത് അത് വളരെ അതിശയകരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. യൂട്രസിനകത്തുള്ള എന്ത് പ്രശ്നവും നമുക്ക് മാറ്റാൻ പറ്റും. വളരെയധികം പ്രശ്നങ്ങൾ, ഇപ്പം ഈ യൂട്രൈൻ റിസപ്റ്റിവിറ്റി കുറയുന്ന പോലെയും നമ്മുടെ ഈ ഓവേറിയൻ റിസർവ് കുറയുന്ന പോലെയൊക്കെയുള്ള കോംപ്ലിക്കേറ്റഡ് കണ്ടീഷൻസിൽ പോലും എഫക്റ്റീവായി കാണുന്നുണ്ട്. അപ്പോൾ ഈ ഫൈബ്രോയിഡ്സ് ഒക്കെ ഉള്ളതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഈ ഉത്തരവസ്ഥ കൊണ്ട് മാറ്റാനായിട്ട് സാധിക്കും? അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താണോ കണ്ടീഷൻ, ഇപ്പോൾ ഫൈബ്രോയിഡ് ആണുള്ളതെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയ ഒരു മെഡിസിൻ എടുത്തിട്ട്
നമ്മൾ വസ്തി ഉത്തരവസ്തി ഇപ്പം അതിനെ അതുപോലെ എഫക്റ്റീവായ ഒരെണ്ണമാണ് മെഡിക്കേറ്റഡ് ഗീ. നമ്മൾ മെഡിക്കേറ്റഡ് ഗീ ഒരു പ്രത്യേക അളവിൽ കൊടുത്ത് സ്നേഹപാനം എന്ന് പറയുന്ന ഒരു ചികിത്സ, ഇതിനും ഓവുലേഷനിലും ഈ ട്യൂബൽ ഫാക്ടേഴ്സിലൊക്കെ വളരെ നല്ല എഫക്റ്റ്, അതൊക്കെ സ്റ്റഡീസ് പ്രൂവ് ചെയ്ത എഫക്റ്റ് ഉള്ള ട്രീറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി നമുക്ക് ആയുർവേദത്തിൽ പല ചികിത്സകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്തായാലും അത്യാവശ്യം തന്നെയാണ്. തീർച്ചയായിട്ടും. ഈ ഇൻഫെർട്ടിലിറ്റി വരുന്നതിന്റെ ഒരു റീസൺ എന്തായാലും ആയുർവേദം എന്ന് പറയുമ്പോൾ വേരോടെ ആ ഒരു പ്രശ്നത്തെ പുഴുതു കളയുന്നു എന്ന് പലപ്പോഴും പണ്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇൻഫെർട്ടിലിറ്റിയുടെ വേര് എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളത് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? അതെങ്ങനെയാണ് വലിച്ചിളക്കി കളയുന്നത്? നമ്മൾ ഇപ്പം ഈ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറയുമ്പോൾ ഒരു ആർത്തവ ക്രമക്കേട് ആയിരിക്കും യൂഷ്വലി ഒരു പേഷ്യൻ്റ് പറയുന്ന സിംറ്റം. അപ്പോൾ അത് അവരുടെ ഫിസിയോളജിയിൽ മുഴുവനും അതിനനുസരിച്ചുള്ള ഓൾട്രേഷൻസ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. അപ്പം നമ്മൾ ഓരോ കാര്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യും. വിശപ്പ് ഇവാലുവേറ്റ് ചെയ്യും, ഉറക്കം ഇവാലുവേറ്റ് ചെയ്യും, അവരുടെ ആക്ടിവിറ്റി ലെവൽ എല്ലാം ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതേത് സ്റ്റേജസിലാണ് ഇവർക്ക് പ്രശ്നങ്ങളുള്ളതെന്ന് കൃത്യമായി മനസ്സിലാകും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഈ ഏതിലെല്ലാം പ്രശ്നമുണ്ടോ, ആഹാരത്തിൽ പ്രശ്നം കാണും, മിക്കവാറും ഇപ്പോൾ ഉള്ളവർക്കെല്ലാം സ്ലീപ്പിൽ വലിയ പ്രശ്നമുണ്ട്, അത് ഈ മെൻസ്ട്രൽ സൈക്കിളിനെ ഭയങ്കരമായി ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരെണ്ണമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കറക്റ്റ് ചെയ്യുക. അത് ചിലപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനിലൂടെ മാത്രം പറ്റില്ല, ആ ലെവലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കില്ല. അവിടെ എല്ലാം നമ്മൾ മെഡിസിൻ കൊടുത്ത് ഈ ഫിസിയോളജിയെ കറക്റ്റ് ചെയ്താണ് നമ്മൾ ഈ ആർത്തവ ക്രമക്കേട് പോലെയുള്ളതിനെ കറക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇൻഫെക്ഷൻസ് പോലെയുള്ള കണ്ടീഷൻ, അതിൽ നമ്മൾ ടാർഗറ്റ് ചെയ്ത് ആ ഇൻഫെക്ഷന് വേണ്ടി മാത്രമുള്ള ഡയറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അവിടെ ഫിസിയോളജിയിലൊന്നും ചിലപ്പോൾ വലിയ ഓൾട്രേഷൻസ് കാണത്തില്ല, ഡയറക്റ്റായിട്ട് ഇൻഫെക്ഷന് ഹീൽ ചെയ്യാനുള്ള മെഡിസിൻസ് കൊടുക്കും. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉത്തരവസ്തി പോലെയുള്ള ക്ഷാളനം, പിജു പോലെയുള്ള മെഡിസിൻസ് കുറച്ചുകൂടെ അവിടെ യൂസ്ഫുൾ ആയിട്ട് വരും. ഓക്കെ, നമുക്ക് എന്തായാലും എന്ത് ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങളായിരുന്നാലും നമുക്ക് ഒരു മാസം അല്ലെ ആയുർവേദ ചികിത്സയിലൂടെ മാറ്റാൻ സാധിക്കും എന്ന് തന്നെ ഉറപ്പ് പറയാം. ചില കേസിൽ ഇപ്പം ഒരു മാസത്തെ ട്രീറ്റ്മെന്റ് മൊത്തം കഴിഞ്ഞതിന് ശേഷം ചില ആൾക്കാരിലെങ്കിലും ഒരു 6 മാസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതായി വരാം. ചില ഇപ്പം വർഷങ്ങളായി മറ്റു ട്രീറ്റ്മെന്റ് എല്ലാം എടുത്ത് അതിൻ്റെ ആ ക്രോണിസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. അതെല്ലാം ചിലപ്പോൾ ഒരുപാട് വർഷം ആയതാണെങ്കിൽ നമ്മൾ 1-2 ഇതുപോലെയുള്ള കോഴ്സ്, ഈ 30 ഡേയ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് 1-2 തവണ ചെയ്യുമ്പോഴായിരിക്കും ഒരുപക്ഷെ അതിന് ഇമ്പ്രൂവ്മെന്റ് വരുന്നത്. പക്ഷേ എല്ലാം എന്താണോ ഡോക്ടർ പറയുന്നത് അത് അതുപോലെ തന്നെ പാലിക്കണം അല്ലേ? അത് ആയുർവേദത്തിൽ ഇമ്പോർട്ടന്റ്, അതാണ് ഇമ്പോർട്ടന്റ് അല്ലേ? അതുപോലെ കഷായം കുടിക്കാനായിരുന്നാലും അല്ലെ, എല്ലാത്തിനും ഒരു വിമുഖത കാണിക്കുന്ന അത് ബുദ്ധിമുട്ടാണ്. അതെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ക്ഷമ, അത് ആയുർവേദത്തിന്റെ കൺസെപ്റ്റേ അങ്ങനെയാണ്. അതായത് ട്രീറ്റ്മെന്റിന്റെ വിജയത്തിൽ 1/4 റോള് പേഷ്യന്റിന്റെ ഒരു റോളാണെന്നാണ് പറയുന്നത്. അപ്പൊ അവരത് എങ്ങനെ നമ്മൾ പറയുന്നത് ചെയ്യുന്നു, അത് അതുപോലെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതെ, അപ്പോൾ ഇൻഫെർട്ടിലിറ്റിയും ആയുർവേദ ചികിത്സയും കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെയും കൂടി ഒരു എന്താ പറയുക, അവരുടെയും കൂടെ ഒരു അറ്റാച്ച്മെൻറ്റ് ഡോക്ടറുമായിട്ട് വേണം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് അസുഖം മാറണം എന്നുള്ളത് ആ ഒരു ഫ്രണ്ട്ലി അറ്റാച്ച്മെൻറ്റ് പരസ്പരം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ പരിപൂർണമായിട്ട് നമുക്ക് ചികിത്സയിൽ വിജയം കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി ആയുർവേദ ചികിത്സ, അതിനെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചത്. മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം.